ലിബർട്ടി വാക്കിന്റെ ഈ ഒരു പീസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മിക്കവാറും ഞാൻ എടുക്കും. ഹലോ ഗായ്സ്, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോട്ടയത്ത് ഹോട്ട് വീൽസ് ഹണ്ട് ചെയ്യാൻ പോയതിന്റെ വീഡിയോയും കാര്യങ്ങളും ഇട്ടപ്പോഴേക്കും പലരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു മിനി ജിറ്റിയുടെ ബ്ലിസ്റ്ററോ ഹോട്ട് വീൽസിന്റെ മെയിൻ ലൈൻസോ അല്ലെങ്കിൽ 5 പാക്ക് കിട്ടുന്ന ഒരു കട വല്ലതും ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കോട്ടയത്ത് തന്നെയുള്ള പ്രോട്ടോപ്ലേയിലേക്കാണ്. ഇവിടെ ഏതൊക്കെ മോഡൽസ് ഉണ്ടാവും നമുക്ക് കയറി നോക്കാം. അപ്പോൾ ഇതാണ് പ്രോട്ടോപ്ലേ എന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് ഷോപ്പിലേക്ക് കയറി നോക്കാം. ഷോപ്പിന്റെ അകത്തേക്ക് കയറുവാണ്. കയറി വരുമ്പോൾ തന്നെ ഫുള്ള് കാണുന്ന നമുക്ക് കാണാൻ പറ്റുന്ന കാർസും കാര്യങ്ങളാണ്. ഈ വരുന്ന ഡൈകാസ്റ്റ് മോഡലും കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പയ്യെ റൈറ്റ് സൈഡിലേക്ക് തിരിയുവാണ്. അവിടെയാണ് ഹോട്ട് വീൽസിന്റെ മോഡലും കാര്യങ്ങളും ഇരിക്കുന്നത്. അതേപോലെ തന്നെ പ്രീമിയം സെറ്റ്സും കാര്യങ്ങളുണ്ട്. മുകളിലേക്ക് നോക്കുവാണെങ്കിൽ സ്കൈലൈനൊക്കെ ഇരിപ്പുണ്ട് മൊത്തത്തിൽ വരുമ്പോഴേക്കും. അതുപോലെ തന്നെ കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളും വരുന്നുണ്ട്. താഴേക്ക് പയ്യെ വരുവാണെങ്കിൽ കുറച്ച് ഹോട്ട് വീൽസിന്റെ മെയിൻ ലൈൻസ് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അത് ഇമ്പോർട്ടർ ആണെന്നാണ് പറഞ്ഞത്, ഹോട്ട് വീൽസും മെയിൻ ലൈനും കാര്യങ്ങളും. അതേപോലെ തന്നെ മേളിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് ഹോട്ട് വീൽസിന്റെ പ്രീമിയംസും കാര്യങ്ങളും വരുന്നുണ്ട്. ജസ്റ്റ് നോക്കുവാണെങ്കിൽ അപ്പൊ ഇത്രയും മെയിൻ ലൈൻസും കാര്യങ്ങളാണ്. ഹോട്ട് വീൽസിന് തന്നെ മെയിൻ ലൈൻസും കാര്യങ്ങളും ഇത്രയും കാര്യങ്ങളോട് ഇരിപ്പുണ്ട്. തൊട്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ കുറച്ച് മെജോറിറ്റിയുടെ പീസും കുറച്ച് മാച്ച് ബോക്സിന്റെ കാര്യങ്ങളും ഇരിപ്പുണ്ട്. അത് നേരം ബ്രോ, ഇവിടെ ഏതൊക്കെ പീസസാ ബാക്കിയുള്ളത്? ഇനിയിപ്പോ നമുക്ക് മോഡൽസ് ഉള്ളത് ഇനിയിപ്പോ നമുക്ക് ഇത് ഇരിപ്പുണ്ട്, ഫെറാറി ഇരിപ്പുണ്ട്. ഗൈസ്, ഫെറാറിയുടെ 5 പാക്ക് ആണ് വന്നേക്കുന്നത്. ഈ 5 പാക്ക് ഇത് എത്ര റേറ്റ് എങ്ങനെ വരുന്നത്? നിങ്ങൾ റേറ്റും കാര്യങ്ങളും എങ്ങനെ വരുന്നത്? 899 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ കോംബോ ആയിട്ടേ കൊടുക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ മെയിൻ ലൈൻ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ F1 അത് കോംബോ ആയിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പൊ ഒരു ഫെറാറി എടുക്കുവാണെങ്കിൽ അതിന്റെ ഒരു കോംബോ ആയിട്ട് ഇത് എടുക്കുവാണെങ്കിൽ 2 പാക്ക് ആയിട്ട് 5 പീസ് എടുക്കണം. ഒന്നെങ്കിൽ 5 പീസ് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മെയിൻ ലൈൻ ഉണ്ട് അത് 5 പീസ് അത് എടുക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ആ ഒരു റേറ്റ് ആണ്. അപ്പൊ ഫെറാറിയുടെ പാക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് F1 കിട്ടാത്തവർ അതും കൂടെ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല ലാഭമായിട്ടായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് നീങ്ങുവാണെങ്കിൽ 1:18 കിടക്കുന്ന കുറച്ച് നല്ല കിട്ടുക്കൻ കാർസും കാര്യങ്ങളുണ്ട്. വന്ന് നോക്കുവാണെങ്കിൽ ആക്ച്വലി എനിക്ക് റെഡ് കളറിലെ മെഴ്സിഡൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ നീങ്ങുവാണെങ്കിൽ ഹോട്ട് വീൽസിന്റെ കുറച്ച് സെറ്റും കാര്യങ്ങളുണ്ട്. ഇത് എത്രയാണ് ബ്രോ വരുന്നത്? 1,999 ആണ് വരുന്നത്. ഇത് 1,999 കാര്യങ്ങളാണ് വരുന്നത്. ഇത്രയും സെറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പല വെറൈറ്റികൾ സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ തൊട്ട് സൈഡിലേക്ക് നീങ്ങുവാണെങ്കിൽ കുറച്ച് ആനിമേ ഫിഗേഴ്സ് വരുന്നുണ്ട്. ആനിമേസും കാര്യങ്ങളും ആക്ഷൻ ഫിഗേഴ്സും കാര്യങ്ങളും ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നല്ല ആനിമേ ഫിഗേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അത് കഴിഞ്ഞാണ് എനിക്ക് ഏകദേശം നല്ല രീതിക്ക് ഇഷ്ടമുള്ള ഒരു മോഡലും കാര്യങ്ങളാണ് CCAയുടെ മോഡൽസ്. ഇത് അത്യാവശ്യം എനിക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. കാരണം നല്ല ഫിനിഷിങ്ങും അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ് കാര്യങ്ങളാണ് ഈ ഒരു ബ്രാൻഡിൽ എപ്പോഴും ഈ ബ്രാൻഡ് കൊണ്ടുവരാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ചെറിയ പീസസ് കളക്ട് ചെയ്യാറുണ്ട്. വലിയ പീസസ് വെക്കാൻ വീട്ടിൽ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ പീസസ് ഞാൻ എപ്പോഴും കളക്ട് ചെയ്യാറുണ്ട്. സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മാച്ച് ബോക്സിന് കുറച്ച് മോഡൽസും അതേപോലെ തന്നെ കുറച്ച് ഡൈകാസ്റ്റും കാര്യങ്ങളും ഈ സൈഡിൽ വരുന്നുണ്ട്. ഇത് കണ്ടോ, മാച്ച് ബോക്സിന്റെ അടുത്തിരിക്കുന്ന മസ്താങ്, ഫോർഡ് മസ്താങ് പോലീസിന്റെ പീസും കാര്യങ്ങളുണ്ട് ഇവിടെ. ആ ഒരു മോഡലും കാര്യങ്ങളുണ്ട്. ദെൻ അതിന് തൊട്ടപ്പുറത്തേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് മിനി GT. അത് ക്വാളിറ്റി മിനി GTയിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അത് ഇതിരിപ്പിക്കുന്നത് ഷെവർലെറ്റിന്റെ കോർവെറ്റ് ആണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വേറെ മോഡൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അടുത്തിരിക്കുന്ന ഹോണ്ട സിവിക് ടൈപ്പ് R കിടക്കുന്നുണ്ട്. മിനി GT ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ്. ഞാൻ ഇതിന്റെ റോക്സി ബുക്ക് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയില്ല. അത് പോയി തോന്നുന്നു, അത് കിട്ടാതെ പോയി തോന്നുന്നു. അപ്പൊ നമ്മൾ റെക്സി ഇറങ്ങുമ്പോൾ പിന്നെ അത് നോക്കുന്നതായിരിക്കും എന്തായാലും. അത് കഴിഞ്ഞ് തേണ്ട കിടക്കണു ലെംബോർഗിനിയുടെ കൗണ്ടാഷ്, അതും ലിബർട്ടി വാക്കിന്റെ ഈ ഒരു പീസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മിക്കവാറും ഞാൻ എടുക്കും. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ CCയുടെ മോഡൽസും കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഈ പറയുന്ന CCയുടെ ഈ 1:43 ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കാരണം ഇത് വളരെ ചെറുതുമാണ്. അത്യാവശ്യം ടേബിളിലും കാര്യങ്ങളും വെക്കാവുന്ന, ഞാൻ ടേബിളിലും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2017 ഫോർഡ് GT കിടപ്പുണ്ട്, GTയും കാര്യങ്ങളും കിടപ്പുണ്ട്. പിന്നെ അതിലേക്ക് വരുവാണെങ്കിൽ ഡോഡ്ജ് ചലഞ്ചർ. അത് ഇനി ഇതിന് മേളിലാണ് ഒരു ഐറ്റം ഇരിക്കുന്നത്, കൈഡോസിന്റെ ഷെവർലെറ്റ് സിൽവറാഡോ. ഈ ഒരു പീസും ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മേളിലേക്ക് നോക്കുകയാണെങ്കിൽ ബുറാഗോടെ കുറച്ച് പീസും കാര്യങ്ങളും വരുന്നുണ്ട്. ബുറാഗോടെ ഫ്രെയിം വരുന്നത്. സൈഡിലേക്ക് നീങ്ങുവാണെങ്കിൽ അതേപോലെ തന്നെ F1 കാര്യങ്ങളും കുറച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ ഡൈകാസ്റ്റും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഒത്തിരി ഡൈകാസ്റ്റ് മോഡൽസ് വരുന്നുണ്ട്. അപ്പൊ ഡൈകാസ്റ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് എന്തായാലും ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് കളക്ട് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ CCയുടെ മെക്ലാറിനും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന് താഴെ നിന്ന് തോന്നുന്നത് ഓടി R8, ഇതെല്ലാം ഡൈകാസ്റ്റ് മോഡൽസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട്, എന്തായാലും ഇതൊരു നല്ലൊരു
കളക്ഷനിൽ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. ഭൂരിഭാഗം പീസസും നമ്മൾ പയ്യെ മേളിലേക്ക് വരുവാണെങ്കിൽ മാച്ച് ബോക്സിന്റെ LKസിൽ വരുന്ന സുബരു ഉണ്ട്, അതേപോലെ തന്നെ സുബരു WRX മോഡലും വരുന്നുണ്ട്. ഇത് രണ്ടും ഇവിടെ MRPക്ക് തന്നെയാണ് പോകുന്നത്. അതേപോലെ തന്നെ പോലീസ് വണ്ടി ഇഷ്ടം, BMന്റെ പോലീസ് വണ്ടി താല്പര്യമുള്ളവർക്ക് പോലീസ് വണ്ടിയും കാര്യങ്ങളും ഇവിടെ ഉണ്ട് മാച്ച് ബോക്സിന്റെ. ഇതും 179 തന്നെയാണ് പോകുന്നത്. മൊത്തം ഇവിടെ ഭൂരിഭാഗം കാര്യങ്ങളും MRPക്ക് തന്നെയാണ് പോകുന്നത്. മാച്ച് ബോക്സിനും പ്രത്യേകിച്ച് മാച്ച് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയും മോഡൽസ് ആണ് മാച്ച് ബോക്സിന്റെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും, ഹോട്ട് വീൽസിന്റെ പുതിയ കാസ്റ്റിംഗ് ഒന്നും ഇല്ലേ, അതായത് പുതിയ LKസോ MKസോ ഒന്നും ഇല്ലെന്ന്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചേച്ചിയുടെ തന്നെ ചോദിക്കാം. ചേച്ചി, ഹോട്ട് വീൽസിന്റെ പുതിയ കേസ് ഏതുള്ളത്? നമുക്കിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു LKs ആണുള്ളത്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിലിപ്പം മെയിൻ ആയിട്ട് വരുന്നത് ഫെറാറിയുടെ ഉണ്ട്, പിന്നെ ഓക്കെ, ഫെറാറിയുടെ നമ്മുടെ ഉണ്ടായിരുന്ന ഫെറാറിയുടെ മോഡൽസ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഉണ്ട്, ലോട്ടസ് കോർട്ടീന ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അതേപോലെ എന്ത് F1 വരുന്നുണ്ട്. അതേപോലെ പക്ഷെ അതേപോലെ തന്നെ BMW വരുന്നുണ്ട്. അപ്പൊ ഇത്രയും മോഡൽസ് ആണ് വരുന്നത്. ഇതിപ്പോ എത്ര രൂപക്കാണ് ചോദിച്ചത്? നമ്മൾ MRPക്ക് തന്നെയാണ് കൊടുക്കുന്നത് പറഞ്ഞായിരുന്നു. MRPക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇതിന്റെ കൂടെ ഒരു ഫാൻസിയും കൂടെ നമുക്ക് നമുക്ക് അതായത് ഇതിൽ നിന്ന് ഒരു ബോക്സിൽ നിന്ന് മെയിൻ ലൈൻ 10 പീസ് എടുക്കണം. അതിന്റെ കൂടെ തന്നെ ഫാൻസിന്നും ഒരു 10 പീസ് എടുക്കണം. അത് മാത്രമേ ഉള്ളൂ MRPക്ക് നമ്മൾ തരും. GTRും കാര്യങ്ങളുണ്ട്, പക്ഷെ അത് പ്രീ ബുക്കിംഗ് ആണ് വരുന്നത്. ഇവിടെ എല്ലാ മോഡൽസും കൊടുക്കുന്നുണ്ട്, MRPക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ GTRന് മാത്രം പ്രീ ബുക്കിങ്ങും പ്ലസ് 10 മെയിൻ മോഡൽസും അതേപോലെ തന്നെ 10 ഫാൻസി എടുക്കണം. അങ്ങനെയാണ് ഇവിടെ മോഡൽസും കാര്യങ്ങളും ഹോട്ട് വീൽസിന്റെ, അതായത് പുതിയ ലേറ്റസ്റ്റ് കേസ് LKs കൊടുക്കുന്നത്. വീൽസും കാര്യങ്ങളും കണ്ടിട്ട് നമ്മൾ നേരെ ഡൈകാസ്റ്റിന്റെ സൈഡിലേക്ക് പിന്നെ വന്നേക്കാണ്. എന്താ മോഡൽസ് ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാം മേടിക്കാനുള്ള സെറ്റപ്പ് എൻ്റെ ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ കാണാം. നമുക്ക് ഇപ്പൊ 1-2 മോഡൽ എടുക്കാനാണെങ്കിൽ പോലും ഈ ഷോപ്പ് കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയുണ്ട്. അതായത് ഏതൊരു ഡൈകാസ്റ്റ് കളക്ടറിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ സൈഡിലേക്ക് വരുമ്പോഴേക്കും ബ്രോ ഈ സൈഡിൽ വരുന്ന മോഡൽസ് ഏത് കാർസ് ആണ് വരുന്നത്? ഇത് നമുക്ക് വരുന്നത് ഹോബി ഗ്രേഡ് ആണ്. അതായത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത്. പ്രൊപ്പോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഹോബി ഗ്രേഡ്, നമ്മളൊരു ഒറിജിനൽ കാർ എങ്ങനെ കൊണ്ട് നടക്കാം അങ്ങനെയുള്ള ഈ ഒരു വേരിയന്റിന്റെ തന്നെ നോർമൽ RC ആണ് ഇത് വരുന്നത്. അതായത് ഈ വേരിയന്റിന്റെ ഈ പറയുന്ന വേരിയന്റിന്റെ നോർമൽ RC, അതായത് ആ ഒരു വലിപ്പം തന്നെ ഉണ്ട്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു നോർമൽ RC ആണ് വരുന്നത്. അതുപോലെ ഈ ചെറിയ RC വേണമെങ്കിൽ, അതായത് ഹോബി ഗ്രേഡ് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹൈപ്പർഗോ ഉണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോബി ഗ്രേഡ്. ഈ കാണുന്നതാണ് ഹോബി ഗ്രേഡിൽ വരുന്ന ജീപ്പും കാര്യങ്ങളുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ഇപ്പൊ ഒരു 6000 to 8000 രൂപ വരുന്നതിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് താഴേക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഏത് RC കാർ? നമുക്ക് ഇവിടെ 1249 ഒരു RC കാർ ഉണ്ട് കേട്ടോ. ഇത് ഏത് മോഡലാണ് വരുന്നത്? ഇത് നമ്മളെ പോളോയുടെ RC കാർസ് ആണ് വരുന്നത്. 1249. ഓക്കെ, ഇതിവിടെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഉണ്ട്. അതല്ലാന്നാണെങ്കിൽ കുറച്ചും കൂടി ബഡ്ജറ്റ് ആയിട്ട് നോക്കുന്നവർക്കും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ സൈഡിലേക്ക് വന്നപ്പോ എന്റെ കണ്ണുടക്കിയത് ഈ ഒരു സാധനത്തിലാണ്. എന്തോ ഒരു കളർ ഗ്രേഡിങ്. ഒന്ന് പയ്യെന്നൊന്ന് പുറത്തെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, എന്താ ഒരു ഭംഗി. സത്യം പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഞാൻ ഇത് പറഞ്ഞില്ലേ, ഇതുപോലെ തന്നെ ഇതെല്ലാം എനിക്ക് എടുത്തിട്ട് പോകണമെന്നുണ്ട്. പക്ഷെ ഇതെല്ലാം എടുക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഇല്ല. അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു പോയ ഒരു സമയത്ത് ഞാൻ മിസ്സായി പോയ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അതായത് ഇവിടെ ഈ ഒരു ഡൈകാസ്റ്റിനപ്പുറം ഞാൻ മിസ്സായി പോയി. എനിക്ക് കുറച്ച് ഈ പറയുന്ന ആക്ഷൻ ഫിഗേഴ്സ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളതാണ്. ഈ പറയുന്ന ആക്ഷൻ ഫിഗേഴ്സ്, അതായത് സ്പൈഡർമാൻ്റെ ആക്ഷൻ ഫിഗർ, അതേപോലെ തന്നെ സൂപ്പർമാൻ്റെ, അങ്ങനെ ചെറിയ ചെറിയ ആക്ഷൻ ഫിഗേഴ്സ്. ഈ ആക്ഷൻ ഫിഗേഴ്സിന് അത്യാവശ്യം നല്ല എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനങ്ങളാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്തായാലും അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം. അവന് അത്യാവശ്യം നല്ല ആനിമെ അഡിക്റ്റ് ആണ്. എനിക്കിതിനെപ്പറ്റി വലിയ ആനിമേസും കാര്യങ്ങളെ വലിയ ധാരണയില്ല. ഞാൻ അത്രയും ആനിമെ മൂവീസ് ഒന്നും കാണാറില്ല. പക്ഷെ എനിക്ക് ഇതേപോലെ ആക്ഷൻ ഫിഗേഴ്സും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടക്കൊരെണ്ണം മേടിക്കണം എന്ന് കഴിച്ചിട്ട് നിൽപ്പുണ്ട്. അപ്പോഴാണ് നമ്മുടെ കണ്ണിൽ ഈ മോഡൽ സാധനങ്ങളൊക്കെ കണ്ണിൽപ്പെടുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ഞാൻ ഇതിലേക്ക് പോകും? അതൊരു പ്രശ്നമാണ്. ഇതേ മോഡൽ സാധനങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഇതാ കാണുന്ന മാച്ച് ബോക്സിന്റെ പീസസ് വന്ന് നിൽക്കുമ്പോഴേക്കും എനിക്ക് ഇതിലേക്ക് പോകാൻ പല സമയത്തും സാധിക്കാറില്ല. പിന്നെ ഞാനിങ്ങനെ നോക്കി വരുമ്പോഴാണ് ഇവിടെ ഇരിക്കണു F1ന്റെ ഫ്രെയിമും കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു പീസും കാര്യങ്ങളും. പറഞ്ഞു ബ്രോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള RC വേണമെന്ന് ചോദിച്ചില്ലേ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള RC ഉണ്ടോ?
നമുക്ക് ഇത് രണ്ടും വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2500 വരുന്ന ചെറിയ ഹോബി ഗ്രേഡ് ആണ്. ഈ രണ്ടും വരുന്നത് ഇത് ഹോബി ഗ്രേഡ്, കാരണം നമ്മൾ ഇത്ര നേരം വലിയ ഹോബി ഗ്രേഡുകളാണ് ഉള്ളത്. അപ്പം വേണമെങ്കിൽ ചെറിയ ഹോബി ഗ്രേഡ് ഉണ്ടെങ്കിൽ ഇത് 2500 രൂപ വരുന്ന ഈ രണ്ടെണ്ണം. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 999 ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു RC. അതുപോലെ തന്നെ ഇത് ഒരു 1250 ഒക്കെ വരുന്ന ഒരു ചെറിയൊരു RC ആണ്. അതായത് 1000 രൂപയ്ക്ക് താഴെ വരെ ഇവിടെ RC കൊടുക്കുന്നതാണ്. അതായത് ഇതിന്റെ കൂടെ റിമോട്ട് ഉണ്ട്, ഇതിന്റെ അകത്ത് റിമോട്ട് ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ 1000 രൂപ താഴെ വരെ നമുക്ക് RCയും കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. അതിന്റെ താഴെയുള്ളത് ഏത് പീസായിരുന്നു? 999. ഓക്കെ, ഇത് 999 വരെ RCയും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ഡൈകാസ്റ്റ് മോഡൽസും RC കാർസും ഹോട്ട് വീൽസും അതേപോലെ തന്നെ മാച്ച് ബോക്സും അതേപോലെ തന്നെ മിനി ജീറ്റും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് നോക്കുക, കട ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. കട കാണാൻ തന്നെ ഉണ്ട്. എന്തായാലും ചെറിയൊരു മോഡൽസ് ആണെങ്കിൽ പോലും വന്ന് മേടിക്കുക, കടയൊക്കെ ഒന്ന് കാണാൻ താല്പര്യമുള്ള ഇപ്പൊ ഞാൻ മേടിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് എല്ലായ്പ്പോഴും മേടിക്കാൻ പറ്റാറില്ല. ബട്ട് നാളെ ഒരിക്കലും എനിക്ക് മേടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.